അവളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. താഴത്ത് വരുന്ന കേട്ടു. ഉറപ്പന്നാ എന്തായിട്ടെന്ന് പറയാനറിയില്ല. ഇവൻ എവറിത്തിങ് എല്ലാത്തിലും എന്നെ ഐ മിസ് യു. റിയലി മിസ് യു. ബൈ ചാൻസ് എന്തെങ്കിലും ഞാൻ അത് മാത്രം കുറെ പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വാക്ക് വിത്ത് നിത്യ ആൻഡ് വിത്ത് നാസി. ഞങ്ങളിന്ന് ഇവിടെയുള്ള കവായി ബോട്ടിംഗ് സെന്ററിൻ്റെ അടുത്തുള്ള ഇവിടുന്ന് നമുക്ക് കയാക്കിങ്ങും ചെയ്യാം, പിന്നെ ബോട്ടിങ്ങും ചെയ്യാം. ഇതാണ് കവായി പുഴ. അതിൽ HD ഓപ്ഷൻ ഉണ്ട്. ചെയ്ത് അങ്ങനെ ഞാനും നാസിന്റെ കയാക്കിങ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് അവളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ അവിടെ കണ്ട മാൻഗ്രൂവ് ഫോറസ്റ്റ്, അവിടത്തേക്കാണ് ലക്ഷ്യം. അവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ഇത് കവായി പുഴയുടെ ഒത്ത നടുവിലുള്ള വീട്ടിൽ നിന്ന് അച്ഛനെങ്ങാണ്ട് കണ്ടാൽ തന്നെ മിക്കവാറും ചീത്ത പറയും. മിക്കവാറും അമ്മ എന്നെ ചീത്ത പറയും സാധ്യതയുണ്ട്, എന്നാലും തരില്ല. ഓക്കെ, അതന്നെ. അധികം നിങ്ങരുത്. ഓക്കെ, ഇത്ര തുഴഞ്ഞ് വന്ന് ഗായ്സ്, ഇനിയും തുടങ്ങാനുണ്ട്. ഞാൻ ഇന്ന് തുഴഞ്ഞുതരാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേ പോകാം. അതിൻ്റെ ഉള്ളിലേ ഇതിന് താഴെ എത്തിയിട്ടാ നടക്കാനായിട്ട് നേരിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേ പോവാം. ഇനി ചിലപ്പോൾ തട്ടി വീണു പോണേ ബോട്ട് ഒന്നും ആവില്ല. സക്സസ്ഫുള്ളി മിഷൻ കംപ്ലീറ്റഡ്. ഞാനതാ പോകുന്നടിയോ? ഇല്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ മാംഗ്രോവ്സിലെത്തി. ഇറങ്ങിക്കോ, ഞാനിടും. അടിപൊളി. നമുക്ക് ഇതിനെ ഈ സാധനത്തിന് ഇവിടെ കെട്ടിയിടണം, ഇല്ലെങ്കിൽ ഊരിപ്പോവും, പക്ഷേ ഇളകിപ്പോവും. അങ്ങനെ ഇത് ഞങ്ങളിവിടെ കണ്ടൽക്കാടുകൾക്കിടയിൽ എത്തിയിരിക്കുകയാണ്. നാസി കെട്ടാൻ പോവാണ് നമ്മുടെ. ഉറപ്പന്നെയാ? അപ്പം ഞങ്ങളുടെ ബോട്ടിനെ ഞങ്ങളിവിടെ കെട്ടിയിട്ടു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇതുവഴി നടക്കാൻ പോകും. കാറ്റടിച്ചു. നിങ്ങൾ കണ്ടാൽ നെട്ടും. അതെ, പുഴൻ്റെ നടുക്ക് ഒരു പുഴയുടെ നടുക്കന്നെ സാധാരണ കണ്ടൽക്കാട് ഉണ്ടാവില്ലേ? അത് കണ്ട നാസി യോ എങ്ങനെ ഇവിടെ എത്തി? തോന്നി വന്ന് ഇവിടെ എത്തി. അയ്യോ, എന്താ പറയുക, എലിക്കുഞ്ഞോ എന്തോ ഒരു സാധനം നീന്തി പോണു. എലി, അത് എലിയാണ്. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നല്ലേ? എക്സാക്ട്ലി 1 ഇയറും
6 months. നോ 7-8 months. ജൂൺ നമ്മൾ 2022 ജൂണിലാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അപ്പോൾ ഇത് ഡിസംബർ കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ 1 year 6 months എക്സാക്ട്ലി അത് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. മുന്നത്തെ എൻ്റെ റൂംമേറ്റ് റൂംമേറ്റ് മാത്രം റൂംമേറ്റ് ആണ് നീ ഇപ്പൊ കാണേണ്ട എന്താ ആവശ്യം? മൈ ഓൾ ഇൻ ഓൾ, മൈ സീക്രട്ട് കീപ്പർ, എവറിത്തിങ്. എനിക്ക് എന്തായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. ഇവൻ ദോ എവറിത്തിങ്, എല്ലാത്തിലും എന്നെ കലമ്പാൻ മനസ്സിലാവില്ല അല്ലേ? അതെ, കലമ്പാൻ തന്നെ, ഫുൾ ടൈം കലമ്പല. എന്നെ കലമ്പാനാണെങ്കിലും ദേഷ്യപ്പെടാനാണെങ്കിലും മോസ്റ്റ്ലി നമ്മൾ രണ്ടാളും അതേ ഉണ്ടായിട്ട് ഭയങ്കര അടിയായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടാളും പോയതിന് ശേഷമാണ് ആ ഒരു ഇത് മനസ്സിലായത്. ലൈക്ക് ഇല്ല, വി ബോത്ത് അത്രയും തിക്കാണെന്ന്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് കുറേ രാത്രിയൊക്കെ ഇങ്ങനെ കുറേ കറങ്ങാൻ പോവും, ഫുഡ് കഴിക്കാൻ പോവും, ചായ കുടിക്കാൻ പോവും. അതൊക്കെയാണ് മെയിൻ. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട്. കണ്ണാടിയൊക്കെ തിളങ്ങുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഫുൾ തിളങ്ങുണ്ട് ഗായ്സ്. കുവൈറ്റ് അഹങ്കാരാണ് ഗൈസ്. പാവം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ബാംഗ്ലൂരില് വെലസുന്ന് ബാംഗ്ലൂർ വാല ഗേൾ, നമ്മൊരു ബംഗളൂരു. പാവം കുവൈത്തില് പട്ടിപ്പണി, രാജകീയ ജീവിതം, പട്ടിപ്പണേ. ഞാൻ കുറേ നാളായി വ്ളോഗ് ഇട്ടിട്ട്. 1 year 6 months കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്ത്. നിങ്ങൾക്ക് എന്നോട് എന്ത് പറയാനില്ലേ? എനിക്ക് നിന്നോടാ ഐ മിസ് യു. ടു. എനിക്ക് മെയിനായിട്ട് വൈകിട്ട് രാത്രി ചായ കുടിക്കാൻ പോണത് മിസ്സാണ്. അത് ഞാനിപ്പോൾ ഒറ്റക്ക് പോയിട്ട് ഈ ഒരു കയ്യും ഓർമ്മയുണ്ടോ? ലൈക്ക് നമ്മ രണ്ടാളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കൈ മിസ്സാവും. നമ്മൾക്ക് എന്തോ മിസ്സാകുന്നുണ്ടല്ലോ, എന്തോ ഒരു കുറവില്ലേ? അപ്പോൾ നമ്മിങ്ങനെ കൈ പിടിച്ചിട്ടില്ല. ബീച്ചിൽ പോന്ന അവിടെ ഇടുകയെന്നുള്ള ബീച്ച് എനിക്ക് അറിയില്ല കറക്റ്റ്. ബീച്ചിൽ നമുക്ക് പോകാം, പക്ഷെ ബീച്ചിലൊക്കെ പോയി എടുക്കത്തെ ചൂട് കരിഞ്ഞ് വാങ്ങി ചക്കര. ഇപ്പൊ തിരിച്ച് തുഴയുന്നത് ഓർക്കുമ്പോ അയ്യോ. ഉച്ചയാകുമ്പോഴത്തേനും കണ്ട വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി. 2 മണിയാകുമ്പോഴത്തേനും എല്ലാ വെള്ളവും പോയി. ഇനിയിപ്പം വൈകുന്നേരം ആവണം വെള്ളം വരാൻ. എന്നോടന്നെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അതെ, കണ്ടൽക്കാടുകൾ പിറകിലുണ്ട്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ തുഴയുന്നില്ല, താനേ നമ്മളെ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ ശരിക്കും? ഏത്? കാറ്റിന് പോകുന്നേ പായൽ കപ്പലോ? അങ്ങനെ ഞങ്ങളിത് ഒരു ഏകദേശം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. തുഴയണം. അങ്ങോട്ടേക്ക് പോട്ടെ, അവിടെ എത്തുമ്പോൾ അങ്ങോട്ടേക്ക് ലെവലാക്കാം. നമ്മൾ അങ്ങനെ കുറേ രാവിലെ അല്ല, ഉച്ചക്ക് ഒരു മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ 3 മണിയായി. കുറേ നേരം അവിടെ കണ്ടൽക്കാടലിൻ്റെ ഇടയിൽ കിടന്ന് ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞു. കിടന്നൊന്നും പറയല്ല. എന്നിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അങ്ങനെ ചുമ്മാ പുഴേൻ്റെ നടുക്ക് നമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, തുഴഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇടക്കിടക്ക്. ഒരു തെരുവിലാണ്. അങ്ങ് അവിടെ കല്ലുമ്മക്കായി പറക്കാനാന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ നാളെ പോയിട്ട് വീഡിയോ എടുക്കാം. നോക്കട്ടെ, അങ്ങോട്ടേക്കാണ് പോണത്. വീടയുടെ കെട്ടില് ഇതൊന്നും കൊഞ്ചു പിടിക്കലല്ലേ, കൊഞ്ചു പിടിക്കല പരിപാടി. നീ ഇറങ്ങി അങ്ങോട്ട്. അത് നിർത്തി ഇങ്ങോട്ടെ. അവര് അത് മീനല്ലേ ഇത്? ഒരു മിനിറ്റ്. അയ്യോ ചത്ത്. ആഹാ, അടിപൊളി. ഇല്ല, നിങ്ങൾ ആടെ ഇങ്ങോട്ടേക്ക് വരുന്നോ?
ഇത് ഈ ചളീൻ്റെ ഉള്ളിലാണ്ടത്. ഞാൻ തപ്പിയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. കൈക്ക് കുത്തുവാ വെറുതെ കൈ കൂത്തോളൂ. ഞാൻ വെച്ച് കക്കയാണെങ്കിൽ അന്നേരം ചോര വരൂലേ? നമ്മളെ നാട്ടുകാരത്തെ കടി വെട്ടിക്കൊണ്ടിരുന്നു. നമ്മളെ നാട്ടുകാരത്തെ ഒന്നും പോലും കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ കുറേ നേരം ഇതുപോലെ ഇവർ തപ്പുന്ന പോലെ തപ്പി, പക്ഷെ കിട്ടിയില്ല. കിട്ടിയാ? കടി കിട്ടി. എന്തിൻ്റെയോ കയ്യിൽ നോക്കിയാ ചളി കയറിയിട്ട് ചളി കയറി കഴിച്ചു. കക്ക വരുന്ന കാഴ്ചകളാണ്. അല്ല ചെമ്മീനും മീനും വരുന്ന കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരാൻ പറ്റും. കുറേ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ആ ഇന്ന് പോയിട്ട് അവര് ബിരിയാണി ഉണ്ടാക്കും, ചെമ്മീൻ ബിരിയാണി. ആ കൊള്ളാം. പക്ഷെ എന്നാലും ഉണ്ട് എടുക്കണം. എന്നാലും അത്ര സ്മൂത്ത് ആയിട്ടാ. ബ്രേക്ക് ചവിട്ടി ചവിട്ടിയൊക്കെ കരിച്ച്. ഇതാ മീൻ തുള്ളി തുള്ളി. ചെമ്മീനാ. ഹൈ 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 ഹൈ. കിട്ടിയാ? കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയില്. അതന്നെ ആ ചാട്ടം തന്നെ ഇത്. അതിന്റെ സൗണ്ട് കേട്ടേക്കണം. നമ്മളെ വണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കല്ലുണ്ടോ? അവിടെ പോയില്ല. ആരുണ്ടോ? ബോട്ട് ജട്ടിയിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുകൾ തടങ്ങൾ നല്ല നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ. കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. കപ്പിൾസ്. അങ്ങനെ നമ്മളിത് തീരത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കയാക്കിങ് അവസാനിച്ചു. അതെ, നേരെ കൊണ്ടുപോയി കുത്തൂർ നസി. എന്താ നീട്ടൊന്നാ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നാ റോളല്ലേ?